ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വിശ്വാസികളുടെ പ്രതിനിധികളായിട്ട് കുറേ പേരുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ കാലമായിട്ട് ഇസ്ലാം മത വിമർശനം നടത്തുന്നവരെ ഉത്തരം പറയാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ തെറി വിളിക്കുക എന്നത് തൊഴിലാക്കിയ കുറേ ആളുകൾ നമുക്കറിയാം. അത് ഔദ്യോഗിക പക്ഷവും അല്ലാത്ത പക്ഷവുമായിട്ടും തെറിവിളി മാത്രം പ്രധാന തന്ത്രമായിട്ട് നടക്കുന്നവരും, ആകെ കുടുങ്ങുമ്പോൾ തെറി പറഞ്ഞു ഓടിപ്പോകുന്നവരും, തെറി പറയാൻ വേണ്ടി മാത്രം ഇടപെടുന്നവരും വിളിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള പലതരം വിശ്വാസികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ പറയുന്ന ഒരു കാര്യം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിമർശനങ്ങൾ വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങളുടെ കയ്യിൽ മറുപടികളില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ തെറി വിളിക്കേണ്ടി വരുന്നത്. ഏതൊരാശയവും ഏതൊരു വ്യക്തിയും മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിനുള്ള കഴിവുകേട് മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം തെറിവിളി ഒക്കെ സാധാരണഗതിയിൽ ആയുധമായിട്ട് എടുക്കുക. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇന്ന് നമ്മളിവിടെ അവർ ചെയ്യുന്ന പ്രവൃത്തി, അവർക്ക് ആകെ അറിയാവുന്ന പണി, പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പണ്ട് സംവാദത്തിലേക്കെങ്ങാനും കടന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് അവിടെ കിടന്ന് തെറി വിളിക്കാൻ വേണ്ടി ആളെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്നതുപോലെ തെറിവിളികൾ ഇവർക്ക് അതിങ്ങനെ വരും. വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ തെറിവിളി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തെറിവിളി. അങ്ങനെ തെറി വിളിക്കാനുള്ള ടെൻഡൻസി വരുമ്പോൾ, മതവിമർശനം കേൾക്കുമ്പോൾ, മതവിമർശനം നടത്തുന്നവനെ തന്നക്കും തള്ളക്കും വീട്ടിലുള്ള സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചും തെറി വിളിച്ചും സായുജ്യമടയുന്ന വിശ്വാസി സമൂഹത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഹദീസാണെങ്കിലും ആ ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ആ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഹമ്മദിന്റെ സഹാബിമാർ ചെയ്ത് പരിചയിച്ച കാര്യം തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്. അവർക്ക് മതപരമായിട്ട് അതിന് തെളിവുണ്ട് നമ്മൾ പറയുമ്പോൾ തെറി വിളിക്കുന്ന വിശ്വാസികൾ പോലും പറയും അങ്ങനെയൊന്നുമില്ല. അതാണ് എൻ്റെ രസം. അതായത് ഞങ്ങളെ മതത്തിൽ അങ്ങനെ തെറി വിളിക്കാൻ തെളിവില്ല എന്ന് ആര് പറയും? തെറി വിളിക്കാൻ വേണ്ടി മാത്രം നമ്മളെ പിന്നാലെ വരുന്ന ആൾക്കാർ പറയും തെറി വിളിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല അറിയും. അപ്പോൾ നിങ്ങൾ തെറി വിളിക്കുന്നതോ? അല്ല, അത് നമ്മളെ തെറ്റാണ്, നമ്മൾ തെറ്റ് ചെയ്യുന്നു, നമ്മൾ തെറി വിളിക്കുന്നു എന്നേ ഉള്ളൂ, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന ഖുർആൻ വചനമൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ചിലവർ തെറിവിളി ഒന്നും പാടില്ല കാര്യമാണ് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അത്തരം ആളുകൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമാവില്ല, ഞാൻ പണ്ട് മുതലേ ഇത് ഹദീസ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിക്കുകയും ഹദീസ് നമ്പർ തരികയും അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ അറബിയും അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കാണിച്ചിട്ട് നമുക്ക് വായിക്കാൻ ഇച്ചിരി ഒരു ലജ്ജയുള്ള കൂട്ടത്തിലായതുകൊണ്ട്, അള്ളാൻ്റെ പോലെ അല്ലല്ലോ, നമുക്ക് ഇച്ചിരി ലജ്ജയുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമ്മളത് പലപ്പോഴും മലയാളത്തിൽ അങ്ങനെ പച്ചക്ക് വായിച്ചിട്ടില്ല. പക്ഷേ മലയാളത്തിലൊക്കെ അച്ചടിച്ച് വെച്ച പുസ്തകങ്ങളിലൊക്കെ അതുണ്ട്. സഹീഹ് ബുഖാരിയിൽ മലയാള പരിഭാഷയിൽ പോലും അതിപ്പോൾ ഇറങ്ങുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയെന്നോ എനിക്കറിയില്ല, പക്ഷേ അത്തരം പുസ്തകങ്ങളിലൊക്കെ അതുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ ഒരു കലാപരിപാടി ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്ന ചില സലഫി വിഭാഗത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ട് ആ ഹദീസ് അതിൻ്റെ അറബി പദം അല്ലെങ്കിൽ ആ ഇബാറത്ത് മലയാളത്തിൽ വായിച്ചിട്ട് ഇബാറത്ത് അറബിയിൽ വായിച്ചിട്ട് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയും മാത്രമല്ല അത് ഇത്തരം സന്ദർഭങ്ങളിൽ തെറി വിളിക്കുന്നതിൻ്റെ തെളിവാണ് എന്ന് പറയുകയും ചെയ്യുന്ന സാക്ഷാൽ ഹുസൈൻ സലഫിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പഴയ വീഡിയോ ആണ്, കുറച്ചധികം പഴയ വീഡിയോ ആണ്. പക്ഷേ ഇസ്ലാമിൻ ദീനിനും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കും ഇങ്ങനെ കാലപ്പഴക്കമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സന്ധി, കരാർ എന്നൊക്കെയുള്ള പേരിൽ ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നു. ഈ തെറിവിളിയല്ല, ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ചകളുടെ ഇടയിൽ നിന്നാണ് ഈ തെറിവിളി നമുക്ക് കിട്ടുക. സുദീർഘമായിട്ടുള്ളൊരു ഹദീസാണ്. നമ്മൾ പരിഭാഷയുടെ പേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 പേജ് 3 പേജൊക്കെ ഉള്ള വളരെ സുദീർഘമായിട്ടുള്ള ഈ ഹുദൈബിയ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പശ്ചാത്തലങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്ന ഒരു വലിയ ഹദീസിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ്, ഒരു സെൻറ്റൻസാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ വെക്ക് ആ ഒരു കാര്യം, ആ ഒരു തെറിയെ ന്യായീകരിക്കാൻ വേണ്ടി തെറിയുടെ പരിഭാഷ പറയൽ മാത്രമല്ല ഹുസൈൻ സലഫിയുടെ ഉദ്ദേശം. ആ തെറിയെ മാന്യമായ ഒരു തെറിയായിരുന്നു എന്ന് സ്ഥാപിക്കലും, തെറി വിളിക്കേണ്ടുന്ന സാഹചര്യം പറഞ്ഞുകൊണ്ട് ഓൻ അത് വിളിച്ചാൽ പോരാ അതിൻ്റെ അപ്പുറം വിളിക്കണമായിരുന്നു എന്ന് കേട്ടിരിക്കുന്ന വിശ്വാസികളുടെ ഉള്ളിൽ ഒരു വൈകാരികത ഉണർത്താനും വേണ്ടി അദ്ദേഹം തനത് ശൈലിയിൽ തന്നെയുള്ള കുറച്ച് നുണകൾ കൂടി അതിനോട് മേമ്പൊടിയായിട്ട് ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ആ തെറിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ബിൽഡപ്പിന്റെ പുറകെ നമുക്ക് കുറച്ചു ദൂരം പോകാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതറിഞ്ഞപ്പോൾ ഖുറൈശികൾക്കാകെ അങ്കലാപ്പിലായി.
മുഹമ്മദും അനുയായികളും യുദ്ധത്തിന് അതേ മരിച്ചാലും വേണ്ടില്ല, ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇനി പോരാട്ടം തന്നെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവർ മക്കയിലേക്ക് കടന്നു കയറിയേക്കും, അറ്റാക്ക് ഉണ്ടായേക്കും എന്ന് മക്കയിൽ സംസാരമായപ്പോൾ ഖുറൈശികളുടെ മുമ്പത്തെ ആ കാര്യങ്ങളിലൊക്കെ ഒരു അയവ് വന്നിട്ട് അവരതാ ദൂതന്മാരെ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരുന്നു. ഇതുവരെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ദൂതന്മാരെ വിടുന്നു. ഇപ്പൊ ഈ വിവരം അറിഞ്ഞപ്പോ ശക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തോ സംഭവിക്കുമെന്നൊരു ആധിയും വ്യാധിയുമൊക്കെ ശത്രുപാളയത്തിൽ ഉണ്ടായി, ഖുറൈശി മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായി. അതുകൊണ്ട് മുഹമ്മദുമായിട്ട് ഒരു സന്ധി ചെയ്യലായിരിക്കും ഇപ്പോൾ ബുദ്ധി എന്ന് അറേബ്യൻ മുശ്രിക്കുകൾക്ക് തോന്നി. അങ്ങനെ അവർ ഇടപെട്ട് ചില ദൂതന്മാരെ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാൻ. ഇദ്ദേഹം ഈ പറഞ്ഞ മുഴുവൻ നുണയാണ്, ശുദ്ധമായ 916 നുണകളാണ്. ഇദ്ദേഹം ഈ ബിൽഡപ്പിൽ പറയുന്നത് ഹുദൈബിയ സന്ധി ഖുറൈശികളുടെ ഭയത്തിൽ നിന്ന് ഉറവെടുത്ത, അവരുടെ ആവശ്യാർത്ഥം സംഭവിച്ച, അവര് മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിന്റെ സംഘത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു സന്ധിയാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും മുഹമ്മദിന്റെ സംഘത്തെക്കുറിച്ച് ഖുറൈശികൾക്ക് എന്നല്ല ലോകത്തെല്ലാവർക്കും ഭയം ഉണ്ട്, അന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് മുഹമ്മദ് 1400 ആളുകളെയും കൂട്ടി സായുധരായി അവർ മക്കയിലേക്ക് മാർച്ച് വരികയാണ്. മക്കയിലേക്ക് മാർച്ച് വരുന്നതിന്റെ പശ്ചാത്തലം മുഹമ്മദ് അവിടെ ഉംറ നിർവഹിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്നോ, മുഹമ്മദിന് എല്ലാം ഒരു സ്വപ്നമാണല്ലോ. അപ്പൊ ആ സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് ഒരു ആഗ്രഹ സാഫല്യം എന്ന രീതിയിലൊക്കെയാണ് അവിടുന്ന് വരുന്നത്. എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോകല്ലേ, നിങ്ങൾ എന്തായാലും കയ്യിൽ കിട്ടുന്ന വാളും കുന്തവും ഒക്കെ എടുത്തോളി എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് എന്തായാലും ഉംറക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തിനാണ് കൂട്ടരെ ആയുധം? ഉംറക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവർ ഇഹ്റാം കെട്ടിയാൽ അണ്ടർവെയർ പോലും ഇടാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കിയ മുഹമ്മദ് നബി ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് മക്കയിലേക്ക് പോകുമ്പോൾ 1400 ആൾക്കാരും അവർക്കൊത്ത ആയുധവും കയ്യിൽ കരുതിയത് എന്തിനായിരുന്നു? ഇത് വിശ്വാസികളുടെ മനസ്സിലേക്ക് വെച്ചേരാണ്. ഇനി മുഹമ്മദ് നബി എന്ന് പറയുന്ന ഹുസൈൻ സലഫി ഇപ്പോൾ വിശ്വാസികളെ വഞ്ചിക്കുകയാണ്, നുണ പറഞ്ഞു വഞ്ചിക്കുകയാണ്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ മുഹമ്മദ് തന്റെ വാദങ്ങൾ ജയിക്കാനും തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും യുദ്ധങ്ങൾ എന്ന സമയത്തോ കൊള്ള എന്ന സമയത്തോ ഒക്കെ ഇത്തരത്തിൽ കളവും ചതിയും പ്രയോഗിക്കുന്നത് ഇഷ്ടം പോലെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ പറ്റും, ഇസ്ലാമിന്റെ സീറകളിലും ഒക്കെ കാണാൻ പറ്റും. അതിനെ അങ്ങനെ ചതി എന്നായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സാധനം ഊരി മാറ്റി വെച്ചിട്ട് സാമാന്യമായിട്ടുള്ള ഒരു വിശകലനത്തിന്റെ ബുദ്ധിയോടുകൂടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും ഇസ്ലാമിന്റെ ചരിത്രത്തെയും വിശകലനം ചെയ്താൽ മുഹമ്മദ് ആ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ഇസ്ലാം പ്രചാരണത്തിന്റെയും ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനത്തിന്റെയും അതിനെ തുടർന്ന് അങ്ങോട്ടുള്ള പടയോട്ടങ്ങളുടെയും കൊള്ളകളുടെയും കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ കളവുകളുടെയും ചതികളുടെയും ഒക്കെ കൊള്ളയുടെയും ഒക്കെ നേർചിത്രം നിങ്ങളുടെ മുമ്പിൽ വരും. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈമാൻ എന്ന മുൻവിധി, കാരുണ്യവാനായ പ്രവാചകൻ എന്ന ആ ടാഗ് ലൈൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് സാമാന്യ ബുദ്ധിയുള്ള വിശകലന ശേഷി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലക്ക് വിശ്വാസത്തിന് വേണ്ടി എഴുതപ്പെട്ട ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെങ്കിലും അല്ലെങ്കിൽ സഹിഹായ ഹദീസ് ഗ്രന്ഥങ്ങളെങ്കിലും ഒരാവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിറയെ കഥകൾ കിട്ടും. അതിലൊരു കഥ, ഒരു കൊടും ചതിയുടെ കഥ മാത്രമാണ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ടെസ്റ്റ് ഡോസും ഒരർത്ഥത്തിൽ കൊടിയ ഒരു ചതിയുടെ തുടക്കവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, കരുതിയിരിക്കാത്ത സമയത്ത് നിരായുധീകരിക്കപ്പെട്ട ജനതയുടെ മുകളിലേക്ക് സർവായുധ സംഘങ്ങൾ കയറി ആക്രമിക്കുക, കൊള്ള ചെയ്യുക, കീഴ്പ്പെടുത്തുക, ചതി പ്രയോഗം നടത്തുക എന്നതൊക്കെ മുഹമ്മദിന്റെ തന്ത്രങ്ങളിൽ എക്കാലത്ത് മുഹമ്മദ് പ്രയോഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു തുടക്കം, ഒരു വലിയ ചതിയുടെ തുടക്കമായിരുന്നു ഹുദൈബിയ സന്ധി. അപ്പൊ എന്തായാലും 1400 ആളുകളുമായിട്ട് ഉംറ ചെയ്യാനെന്ന വ്യാജേന എത്തിയ മുഹമ്മദും സംഘവും വഴിയിൽ വെച്ച് തന്നെ മുഹമ്മദിന്റെ ഈ വരവ് ഖുറൈശികൾ അറിയുകയും മുഹമ്മദിന്റെ ഈ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മക്ക ഖുറൈശികൾ തയ്യാറെടുക്കുകയും ചെയ്തു. ഈ വിവരം മുഹമ്മദ് അറിയുന്നുണ്ട്. മുഹമ്മദ് നേർക്കുനേർ മക്കയിലേക്ക് നടന്നു പോകാതെ മറ്റൊരു വഴി സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വഴി സ്വീകരിച്ചിട്ടാണ് ഹുദൈബിയ എന്ന് പറയുന്ന പ്രദേശത്ത് മുഹമ്മദും സംഘവും എത്തിച്ചേരുന്നത്. അപ്പോ ഇനി ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രശ്നം, ഒരു നുണ. മുഹമ്മദിനെ പേടിച്ചിട്ട് മക്ക ഖുറൈശികൾ സന്ധിക്ക് തയ്യാറായതാണെന്നും സംയമനത്തിന് ശ്രമിക്കുകയായിരുന്നു എന്നും അത്രയും കാലം മുഹമ്മദാണ് ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് സമവായത്തിനും സമാധാനത്തിനും ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നും പച്ചയായ നുണയാണ്. ഹുസൈൻ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ എന്തിനാ നുണ പറയണത്? നിങ്ങൾ പണ്ട് പറഞ്ഞ നുണയായിരിക്കും. ആ നുണയിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ റഫീഖ് സലഫി ബദറിൽ നിന്ന് ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകുമോ? ബാസിലും സംഘവും മാളത്തിൽ ഒളിച്ചത്, സ്റ്റുഡിയോയിൽ ഒളിച്ചതുപോലെ നിങ്ങൾ ഒളിച്ചിരിക്കുമോ? അതോ നിങ്ങൾ ഈ പറയുന്ന ബടായിയൊക്കെ അതാണ് ശരിയെന്നും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇതറിയേണ്ട കാര്യമാണല്ലോ. വിശ്വാസികൾ ഹുസൈൻ സലഫിയോട് നേരിട്ടോ ഫോണിലോ
മെയിലിലോ വാട്സപ്പിലോ ചോദിക്കണം, എന്തിനെങ്ങനെ ബടായി പറയുന്നതെന്ന്, എന്തിനാണ് ഇങ്ങനെ വിഡൽസ് നടത്തുന്നത് എന്ന് നിങ്ങൾ ചോദിക്കണം. മുഹമ്മദ് ഒരു കാലത്തും, മുഹമ്മദ് ആദ്യകാലത്തിൽ മക്ക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ചില സമവായങ്ങൾക്കുള്ള ശ്രമം നടത്തിയിരുന്നു എന്നതൊഴിച്ചാൽ ആ ശ്രമങ്ങൾ പോലും പാളിപ്പോവുകയോ അതിൽ അക്കിടി മനസ്സിലാക്കുകയോ ചെയ്തതിനു ശേഷം ഖുലിയായുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞ ആയത്തിറക്കി മക്ക ഖുറൈശികളുമായിട്ട് യാതൊരു സമവായവും ഇല്ല എന്ന് മുഹമ്മദ് മക്കയിൽ നിന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുലിയായുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തിന്റെ പശ്ചാത്തലം മക്കക്കാരുമായിട്ട് ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെ കുറച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമോ എന്ന് മുഹമ്മദ് ശ്രമിക്കുന്നതിന്റെ ഒരു രംഗം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിലാണ് ഖുലിയായുൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇറങ്ങുന്നത്. അതല്ലാതെ മുഹമ്മദ് ഏത് കാലത്താണ് സമാധാനത്തിന്റെ ദൂതുമായി ആളുകൾ പറഞ്ഞയച്ചിട്ടുള്ളത്? എപ്പോഴാണ് സമവായത്തിന്റെ ചർച്ചകൾ മുഹമ്മദ് നടത്തിയിട്ടുള്ളത്? ഏത് ഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്? എവിടെയുമില്ല. മുഹമ്മദ് എല്ലാ കാലത്തും തന്റെ അധീശത്വം സ്ഥാപിക്കാൻ, തന്റെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരും പറഞ്ഞ് മുഹമ്മദിന്റെ അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ സ്വഭാവം അന്നും ഇന്നും അതുതന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എല്ലാവരുടെയും മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇസ്ലാമിന് കീഴ്പ്പെടാത്തവർ, വഴിപ്പെടാത്തവരൊക്കെ ശത്രുപക്ഷത്ത് ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അവരോട് ശത്രുതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി. അതുകൊണ്ട് മുഹമ്മദ് എല്ലാ കാലത്തും സമവായത്തിന് ശ്രമിച്ചിരുന്നു. ഖുറൈശികൾ അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് മക്കക്കാര് പരാജയ ഭീതി കൊണ്ട് മുഹമ്മദിനോട് സന്ധി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയാണ്. നിങ്ങൾ ഏത് ചരിത്ര പുസ്തകം പരിശോധിച്ചാലും ഹുദൈബിയയിൽ ഒരു സന്ധിയിലേക്ക് പോകണം എന്നത് മുഹമ്മദിന്റെ ആഗ്രഹമായിരുന്നു. മുഹമ്മദാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഈ സന്ധിയുടെ തുടക്കക്കാരൻ, അല്ലെങ്കിൽ അതിന് കാരണഭൂതൻ മുഹമ്മദ് നബിയാണ്. അത് ഇനീഷ്യേറ്റ് ചെയ്തത്, ആ ചർച്ചകൾ ഇനീഷ്യേറ്റ് ചെയ്തത് മുഹമ്മദാണ്. മുഹമ്മദിന്റെ ആവശ്യത്തിൽ ഖുറൈശികൾ അവർ കണിശമായിട്ടുള്ള വ്യവസ്ഥകൾ വെക്കുകയും ഉപാധികൾ വെക്കുകയും ആ വ്യവസ്ഥകളും ഉപാധികളും ഒക്കെ പലതും മുസ്ലിങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ദോഷമാണ് എന്ന് തോന്നുന്നത് പോലും അംഗീകരിക്കുകയും അതുവഴി മുഹമ്മദിന്റെ പ്രവാചകത്വത്തിൽ പോലും അണികൾക്ക് സംശയം ജനിക്കുകയും ചെയ്ത തരം സംഭവ വികാസങ്ങളാണ് ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നത്. എന്നിട്ട് ആ സംഭവത്തെക്കുറിച്ച് ഇവിടെ വന്നിരുന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണ്? ഹുദൈബിയ സന്ധി മക്കക്കാരുടെ പരാജയ ഭീതി കൊണ്ട് അവര് ആഗ്രഹിച്ച് അവരാളെ പറഞ്ഞയച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത എന്തോ ഒരു കുന്ത്രാണ്ടമാണ് എന്നാണ് ഹുസൈൻ സലഫി നുണ പറയുന്നത്. ഹുസൈൻ സലഫിയുടെ നുണ അവിടം കൊണ്ടും തീരുന്നില്ല. ആദ്യം തന്നെ വന്നത് ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിൽക്കാലത്തെ മുസ്ലിമായ സ്വഹാബിയാണ്. അന്ന് അദ്ദേഹം ശത്രുവാളയത്തിലാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ആ മനുഷ്യനാണ്, അദ്ദേഹമാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് കയറി വരുന്നത്. അതും തെറ്റാണ്. ഉറുവ വരുന്നത് മൂന്നാമനോ നാലാമനോ ഒക്കെ ആയിട്ടാണ്. അതായത് മുഹമ്മദ് സംഘവും ഇങ്ങനെ വരുന്നുള്ള വിവരം അറിഞ്ഞത് മക്ക ഖുറൈശികൾ അറിയുകയും അത് തടയപ്പെടുകയും ചെയ്യും എന്ന് മുഹമ്മദ് തിരിച്ചറിഞ്ഞപ്പോൾ വഴിമാറി സഞ്ചരിച്ച് മുഹമ്മദ് മറ്റൊരു വഴിയിലൂടെ പോവുകയും ഹുദൈബിയയിൽ എത്തുകയും ചെയ്യുന്ന സമയത്ത് തന്നെ മുഹമ്മദിനോട് മക്ക ഖുറൈശികൾ നിങ്ങളുടെ വരവറിയുകയും അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഒരു ദൂതൻ വഴി അറിയിക്കുന്നുണ്ട്. അങ്ങോട്ട് വരണ്ട, വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന സൂചന മുഹമ്മദിനൊരു ആൾ വന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട്, മൂന്നാമതൊരാളെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നാലാമത് ഒരാളായിട്ടാണ് വാസ്തവത്തിൽ ഉറുവ വരുന്നത് എന്നാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളിലുള്ളത്, ചരിത്രത്തിലൊക്കെ അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഉറുവയാണ് ആദ്യം വന്നത്. ആദ്യം വന്ന ആൾ തന്നെ ഇങ്ങനത്തെ ഉടായ്പ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉറുവയെ ഒരു ഭീകരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എന്നാലേ ഉറുവയെ അബൂബക്കർ പറഞ്ഞ തെറിച്ചേർത്താവുള്ളൂ. അതായത് വലിയ വര ചെറിയ വര, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വലിയ വര ചെറിയ വര തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് ഉറുവേനെ ഒരു വലിയ ഭീകരനായിട്ട് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉറുവ അല്ല ആദ്യം വന്നത് എന്നാണ് അതിന്റെ വസ്തുത. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ബുഖാരിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ സീറയിലും ഉണ്ട്. മുഹമ്മദ് ബിനു ഹുസൈൻ ഹൈക്കലിന്റെ മുഹമ്മദിൽ ഇതിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ട് ഇതിന്റെ രംഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിലൊക്കെ ഇതുണ്ട്. അപ്പൊ എന്തിനാ പിന്നെ ഇയാള് ഉറുവേന ആദ്യം വന്നു എന്ന് പറയുന്നത്? ഉറുവേന ആദ്യം വന്നു പറഞ്ഞാൽ ഉറുവേനെയാണ് അബൂബക്കർ അമ്മാരി തെറി വിളിക്കുന്നത്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല എന്ന് കേൾക്കുന്നവർക്ക് തോന്നണം, അങ്ങനെയൊക്കെ ചെയ്ത ഉറുവ അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറുവാനെ അത് വിളിച്ചാൽ പോരാ, അതിനെ അപ്പുറത്തേക്ക് വിളിക്കണം എന്ന് വിശ്വാസികൾക്ക് ഫീലിംഗ് ഉണ്ടാവണം. അപ്പൊ അബൂബക്കർ വിളിച്ച തെറി ചെറിയ തെറിയാവണം, അത് കുറഞ്ഞു പോയി എന്ന ആളുകൾക്ക് തോന്നണം. അതാണ് ഹുസൈൻ സലഫിയുടെ ആവശ്യം. അപ്പോ നമ്മൾ ഇനി അതിന്റെ തുടർച്ചയിലേക്ക് പോവാം. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പല രൂപത്തിലും അദ്ദേഹം ഫിത്ന ഉണ്ടാക്കാൻ നോക്കി. അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കി. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ചേരിതിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ രക്തം തിളക്കുന്ന നിലക്ക് അവരിൽ പരസ്പരം കുടിപ്പകയും ഗോത്രവിദ്വേഷവും ഒക്കെ ഇളക്കിവിടാൻ നോക്കി. പല രൂപത്തിലും പറഞ്ഞു നോക്കി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അവരൊക്കെ എന്റെ അനുയായികളാണ്, അവരെന്നെ വിട്ടു പോകൂല,
അവരൊരിക്കലും എന്നെ വിട്ടു പോകുന്നതല്ല. ഞങ്ങൾ തീരുമാനമെടുത്ത് ബൈഅത്ത് ചെയ്ത് നിൽക്കുന്ന വിശ്വാസികളാണ് ഈ നിൽക്കുന്നത്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഉർവയോട് പറഞ്ഞപ്പോൾ ഉർവ വന്ന് വളരെ മാന്യമായിട്ടാണ് അബൂബക്കറിനോടും മുഹമ്മദിനോടും സംഘത്തോടും ഇടപെടുന്നത്. ഇവർ അക്രമത്തിനും ചതിക്കും മുന്നൊരുങ്ങി വന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയുള്ള ഉർവ അതിൽ നിന്ന് മുഹമ്മദിനെയും സംഘത്തെയും പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇടപെടുന്നത്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇത്രയൊക്കെ ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ട് ഉർവ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഭീകര സാധനം ഉണ്ടല്ലോ. അതായത് ഉർവയെ അബൂബക്കർ തെറി വിളിക്കാൻ പോകുന്ന രംഗം ലഘൂകരിക്കാൻ വേണ്ടി, ആ തെറി ലഘൂകരിക്കാൻ വേണ്ടി ഹുസൈൻ സലഫി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്താണ് ഉർവ അവരോട് പറഞ്ഞത്? ഉർവ അവരോട് പറഞ്ഞത് എന്താണ്? ഉർവ യഥാ സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞു. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരോട് ഉർവത്ത് പറഞ്ഞു. വളരെ ചൊടിപ്പിക്കുന്ന വാക്കാ പറഞ്ഞു. എന്താ പറഞ്ഞത്? മുഹമ്മദേ, ഞാൻ ഇവിടെ ഒരു മാന്യന്മാരൊന്നും കാണുന്നില്ല. കാണുന്ന മുഖങ്ങളൊന്നും ഒരു മാന്യന്മാരായ ആൾക്കാരില്ല. ഇവരൊക്കെ സത്യം പറഞ്ഞല്ലേ, ഈ ഹുദൈബിയ സന്ധിയിലേക്ക് എത്തുന്നതിന് മുൻപ് മുഹമ്മദും സംഘവും മദീനയിലും പരിസരത്തും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരു മനുഷ്യനും പറയാവുന്ന സാമാന്യമായിട്ടുള്ള ഒരു വസ്തുത ഉർവ പറഞ്ഞത് അങ്ങനെ ഒരു വസ്തുത അങ്ങനെയൊന്നല്ല. ഉർവ പറയുന്നത് പോട്ടെ, ഇനിയിപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത് തന്നെ അതൊരു ഫാക്ട് അല്ലേ, വസ്തുതയല്ലേ. എന്ത് മാന്യതയാണ് മുഹമ്മദിനും മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘങ്ങൾക്കും ഉണ്ടായിരുന്നത്? ഉർവ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത്ര വലിയൊരു മാന്യന്മാരെന്നും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കാണില്ല കേട്ടോ മുഹമ്മദേ എന്ന് പറഞ്ഞാൽ അതിലിപ്പോ എന്താ തെറ്റ്? ഉള്ള കാര്യം പറഞ്ഞല്ലേ, ഉള്ള കാര്യം പറയും. അതാണ് ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കുക എന്നുള്ളത് അന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് വന്നവരാ. അവരുടേതായ കുടുംബങ്ങളിലേക്ക് പോകാൻ വേണ്ടി കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലണമെന്നും ഇനിയും ജീവിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയുള്ള പല ഗോത്രത്തിന്റെയും മെമ്പർമാരായി നിൽക്കുന്നവരൊക്കെ ഇവരൊക്കെ നിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നാണോ നീ വിചാരിക്കുന്നത്? യുദ്ധാണ് പൊട്ടി നോക്കണ്ടേ? ഇവരൊക്കെ നിന്നെ ഇട്ടെറിഞ്ഞ് ഓടിയ സ്ഥലം കാണൂല എന്ന് പറഞ്ഞു. സഹാബിമാരെ നോക്കിയിട്ട് അള്ളാന്റെ റസൂലിനോട് പറയണ ഉർവ. വല്ലാത്ത പാതകനായിട്ട് ഉർവ ചെയ്തത്. അതായത് ഈ 1400 ആളും കയ്യിലുള്ള കുന്തവും വാളും ഒക്കെ ആയിട്ട് മക്കയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുഹമ്മദെ യുദ്ധം തോൽക്കുമെന്ന ഘട്ടം വന്നാൽ ഇവരൊക്കെ നിന്നെ വിട്ടേച്ച് ഓടിപ്പോകുമെന്ന് എനിക്ക് ഇവരുടെ ചില ആൾക്കാരൊക്കെ മുഖം കാണുമ്പോൾ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ശരിയാണ്. എന്തുകൊണ്ട് ശരിയാണ്? മക്കയിലേക്ക് 1400 ആളുകള് ആയുധമെടുത്ത് പോകുന്ന സമയത്ത് മുഹമ്മദുമായിട്ട് സഖ്യമുണ്ടായിരുന്ന പലരും മദീനയിൽ വെച്ച് ആ യാത്രയ്ക്ക് തയ്യാറായില്ല എന്നതും ഹദീസിന്റെ ചരിത്രങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. കാരണം മക്കയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് തന്നെയാണ് മുഹമ്മദ് മക്ക കാലഘട്ടം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മക്കയിൽ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരും എന്ന് അവരെ മുഖത്ത് നോക്കി കഅബയുടെ അടുത്ത് നിന്ന് വെല്ലുവിളിച്ച ആളാണ് മുഹമ്മദ്. അപ്പൊ മക്ക കീഴ്പ്പെടുത്തുക എന്നതും മുഹമ്മദിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ മക്കാരായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ വഴകവരുത്തുക എന്നതും മുഹമ്മദിന്റെ അജണ്ടയായിരുന്നു. കഅബ പിടിച്ചെടുക്കുക എന്നത് ആലോചിക്കണം. നൂറ്റാണ്ടുകളായിട്ട് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ ആരാധന നടത്തി വന്നിരുന്ന അവരുടെ ആരാധനാലയത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദ് കോപ്പുകൂട്ടുകയായിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പച്ചമലയാളം. അതിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു ശ്രമമോ ഒരു ടെസ്റ്റ് ഡോസോ ഒരു ചതിപ്രയോഗമോ അതിനുള്ള തയ്യാറെടുപ്പോ ഒക്കെ ആയിരുന്നു ഈ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് മുഹമ്മദിനുണ്ടായ കിനാവും ഉംറ ചെയ്യാനുള്ള പൂതിയും 1400 ആളും. അല്ലെങ്കിൽ മുഹമ്മദിന് ഉംറ ചെയ്യാൻ പൂതി ഉണ്ടെങ്കിൽ 100 ആൾക്ക് പോയാൽ പോരെ, അല്ലെങ്കിൽ 50 ആൾക്ക് 15 ആൾക്ക് 20 ആൾക്ക് പോയാൽ പോരെ. മുഹമ്മദിനെ സുരക്ഷിതമായിട്ട് ഒരു ഉംറ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ് വിചാരിച്ച നടക്കൂലേ? ആലോചിക്കുങ്ങള്, മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലും അവിടുന്ന് 7ാം ആകാശത്തും കൊണ്ടുപോയി പൂതിയൊക്കെ തീർത്ത് ലോകാവസാനം വരെയുള്ള സകല സാധനങ്ങളും കാണിച്ചു കൊടുത്ത് നരകത്തിലും സ്വർഗത്തിലുള്ളവർക്ക് ലിസ്റ്റും വരെ കൊടുത്തിട്ട് തിരിച്ച് 5 വക്ത നിസ്കാരം കൊണ്ടുവന്ന് മുഹമ്മദ് നബിക്ക് അങ്ങനെ യാത്ര കൊണ്ടുപോയ മുഹമ്മദ് നബീനെ ഒരു കിനാവ് കണ്ടുവെങ്കിൽ ആ മദീനയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള മക്കയിലേക്ക് കൊണ്ടുപോയി ഒരു ഉംറ ചെയ്ത് കൊണ്ടുവരാൻ അള്ളാഹ് വിചാരിച്ചാൽ നടക്കൂലേ? അതിനെന്തിനാ 1400 ആൾക്കാർ? 1400 ആളുകൾ അന്ന് പോയി എന്ന് മാത്രമല്ല, അവരൊക്കെ ആയുധം കൊണ്ട് എന്തിനാ പോകുന്നത്? ഉംറക്ക് പോകുന്നവരെന്തിനാ ആയുധം കൊണ്ടുപോകുന്നത്? സാഹചര്യങ്ങളൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അവിടെ ഉർവ പറഞ്ഞു, വെറുതെ മെനക്ക് നിൽക്കണ്ട, കളിക്കാൻ നിൽക്കണ്ട, അവിടെ പ്രശ്നമാവും. അങ്ങനെ വല്ല പ്രശ്നമായ പലരും അന്നെ വിട്ടിട്ട് ഓടിപ്പോകട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞു. അത് വലിയ കൊടും പാതകമാണ് പോലും, എന്തോ മഹാചതിയും വഞ്ചനയും കുത്തിത്തിരിപ്പുമാണ് എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. അത് വസ്തുത മാത്രമാണ്. പിന്നെ ആദ്യം പറഞ്ഞത് എൻ്റെ കൂട്ടത്തിൽ അത്ര വലിയ മാന്യന്മാരൊന്നും കാണില്ല, ഹദീസിലുണ്ടോ എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വാക്ക് കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിലിപ്പോൾ എന്താ കുഴപ്പമില്ലുള്ളതല്ലേ, വസ്തുതയല്ലേ? അപ്പോ ഇനി അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന മുഹമ്മദ് നബി സ്ഥിരമായിട്ട് ചെയ്യുന്ന ചതിപ്രയോഗമാണ് ഇവർ ഇപ്പോൾ ഉർവയുടെ നേരെ ആരോപിക്കുന്നത്. ഉർവ അവിടെ ചതിയൊന്നും പറഞ്ഞിട്ടില്ല,
മുഹമ്മദിനോടും കൂട്ടരോട് നേരിട്ട് വന്ന് അവരുടെ മുഖത്ത് നോക്കിയുള്ള കാര്യം പറഞ്ഞു പോയി. അതേ സമയത്ത് മുഹമ്മദ് ഇതിന് തൊട്ട് മുൻപത്തെ വർഷം നടന്ന ഹന്തക് യുദ്ധത്തിൽ എന്താ ചെയ്തത്? നിങ്ങൾക്ക് ഓർമ്മയല്ലേ? എന്താണ്, വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറിൽ പാറക്കല്ല് കെട്ടിയിട്ട് കിടങ്ങ് കുഴിച്ചിട്ട് മുസ്ലിങ്ങൾ മദീനയെ പ്രതിരോധിച്ച കഥ, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദൈന്യതയുടെയും കഥ പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന ഹന്തക്കിന്റെ കഥ. ആ ഹന്തക്കിൽ ശത്രുപക്ഷത്തെ സഹായിക്കുമായിരുന്നു എന്ന തോന്നലിൽ, എന്ന ചിന്തയിൽ, എന്ന ദുരാരോപണത്തിൽ, തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഗോത്രത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത ബനൂ ഖുറൈള നടന്ന സംഭവം. ആ സംഭവത്തിൽ നിന്ന് മുഹമ്മദ് തലനാരിഴക്ക് രക്ഷപ്പെട്ടത് എങ്ങനെയാ? മക്കക്കാരായിട്ടുള്ള ഖുറൈശികളും മറ്റു ഗോത്രങ്ങളുമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി. ഒരു വിഭാഗം ആയുധങ്ങൾ വിട്ടുകൊടുക്കണമെങ്കിൽ നിങ്ങൾ പടയാളികളെ പണയം വെക്കണം, അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെ കുറച്ച് ആൾക്കാരെ ഞങ്ങളെ കൂടെ നിർത്തണം, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിക്ക് എന്ന് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതായത് രണ്ട് ഗ്രൂപ്പുകളെ തമ്മിൽ അവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ആളെ കൂലിക്ക് പറഞ്ഞയച്ചു മുഹമ്മദ് നബി. മനസ്സിലായോ? സഖ്യകക്ഷികളിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി, നുണ പറയാൻ, ഏശനി കൂട്ടാൻ ആളെ പറഞ്ഞയച്ചിട്ട് അവർ തമ്മിൽ അവിശ്വാസം ഉണ്ടാക്കി ആ ഒരു അവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ പിന്തിരിഞ്ഞു പോയി. അങ്ങനെയാണ് ഹന്തക്ക് മുഹമ്മദ് വിജയിക്കുന്നത്. അല്ലാതെ മുഹമ്മദ് യുദ്ധം ചെയ്ത് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയ യുദ്ധമല്ല ഹന്തക്ക്. വിശ്വാസികൾ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കി. മുഹമ്മദിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന്റെ സൈനിക ശക്തിക്കെതിരെ അല്ലെങ്കിൽ കൊള്ള സംഘത്തിനെതിരെ പടവൊരുങ്ങി മക്കക്കാര് ഒരുങ്ങി വന്ന രണ്ടേ അക്രമ സംഭവങ്ങളേ ഉള്ളൂ, യുദ്ധങ്ങളേ ഉള്ളൂ. ഒന്ന് ഉഹദാണ്, രണ്ട് ഹന്തക്കാണ്. ഈ രണ്ടെണ്ണത്തിലും മുഹമ്മദിന്റെ ദയനീയത വ്യക്തമായതാണ്. ഉഹദിൽ മുഹമ്മദ് നബിനെ പല്ലുപോയി എന്നാ പറഞ്ഞു. മരിച്ചതുപോലെ കടന്നു. മുഹമ്മദ് എന്ന് എവിടെയാന്ന് വിളിച്ചു ചോദിച്ചപ്പോ മുണ്ടണ്ട പതുങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് മരിച്ചു എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ മക്കക്കാർ തിരിച്ചുപോയി. അതാണ് ഉഹദ്. ഹന്തത്തിൽ മുഹമ്മദ് സഖ്യകക്ഷികൾക്കിടയിൽ ചതിപ്രയോഗം നടത്തി, ഏഷണിയും പരദൂഷണം നടത്തി, സഖ്യങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായപ്പോ, അവിശ്വാസം ഉണ്ടായപ്പോ ആ സഖ്യം പിരിഞ്ഞ് യുദ്ധത്തിന് വന്നവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. മുഹമ്മദും സംഘവും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടേ ഇല്ല. അവിടെ യുദ്ധത്തിനൊരുങ്ങി വന്ന മക്കാ മുശ്രിക്കുകളുടെ സംഘത്തെ മുഹമ്മദ് ഒരിക്കലും നേരിട്ട് തോൽപ്പിച്ചിട്ടില്ല. അതറിയാവുന്ന മുഹമ്മദ് മക്കക്കാർക്കെതിരെ ചതി പ്രയോഗിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയപ്പെടുന്ന ഹുദൈബിയ സന്ധിക്ക് കളമൊരുങ്ങുന്നത് എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾ ഈ അന്ധവിശ്വാസവും ഈ കെട്ടുകഥയിൽ നിന്നുള്ള ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട്, ആ ഹാങ് ഓവറൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ചരിത്രം വായിക്കുന്ന പോലെ ഈ പുസ്തകം വായിച്ചു നോക്കി. മുഹമ്മദിന്റെ ചതി നിങ്ങൾക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ ഈ പറയുന്നതൊക്കെ നുണയാണ്. ഉറുവയെക്കുറിച്ച് ആരോപിക്കുന്നതൊന്നുമല്ല. ഉറുവ ഉള്ള കാര്യം പറഞ്ഞു. ഉറുവ എപ്പോഴും സമാധാനത്തോടു കൂടി അവിടെ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നതാണ് എന്ന് ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് നോക്കൂ. ഇത് കേട്ടപ്പോ, അതായത് മുഹമ്മദ് എന്റെ കൂട്ടത്തിൽ അത്ര മാന്യന്മാരൊന്നും കാണുന്നില്ല, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ പാട് നോക്കി പോകും എന്ന് മുഹമ്മദിന്റെ സംഘത്തെ നോക്കി പറഞ്ഞു എന്ന് കേട്ടപ്പോ അബൂബക്കറിന് പോലും സഹിച്ചില്ല എന്നാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായ എപ്പോഴും ശാന്ത പ്രകൃതക്കാരനായി ജീവിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പോലും, മഹാനവറുകൾക്ക് പോലും സഹിക്കാനായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. അതൊരു കുറച്ച് അശ്ലീലമായ വാക്കാണ്, കാര്യാക്കണ്ടെന്ന്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്കല്ലേ? മുത്തനബിയുടെ സന്തത സഹചാരിയല്ലേ? സിദ്ദീഖ് എന്ന പേര് മുഹമ്മദിനോടുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ ലഭിച്ച വിശേഷണമല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, ഒന്നും കേറിപ്പോകൂല, ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി. എടോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ. വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഭയങ്കര ഗൗരവം തന്നെ കേട്ടോ. നിങ്ങൾ ചെറിയ ഗൗരവക്കാരനല്ല. ഒന്നുകൂടി പറഞ്ഞാണെങ്കിൽ ഉസ്താദ് എന്താ പറഞ്ഞ അബൂബക്കർ? എടോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ. വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ. എനിക്കൊക്കെ അതാ നല്ലത്. ഇതാണ് ഇപ്പോഴും ഇന്നും നിങ്ങൾക്ക് യോഗ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പോലും ആൾക്കാർ എഴുതുന്നതാണ്. ഉത്തരം മുട്ടിയാൽ ഒരു വിശ്വാസിയുടെ, തീവ്ര വിശ്വാസിയുടെ വായിൽ നിന്ന് ഒന്നാമത് വരുന്ന തെറി തന്നെ ആയിരിക്കും. എൻ്റെ അമ്മ, എൻ്റെ അന്നോ എന്നിട്ട് ഈ അവയവം. ഇത് വിട്ടൊരു കളി ഇവർക്കില്ലാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നോ, യൂട്യൂബിന്റെ ചാനലുകൾ തുറന്നോ, മതവിമർശനം നടത്തുന്നവർക്ക് നേരെ ഇവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പ്രയോഗിക്കുന്ന ഈ തെറിയുടെ ഉറവിടം, ഉത്ഭവം, അതിന് തെളിവ്, സനത്. പിന്നെ പല ആളുകളും പറയുമ്പോൾ ഉംസുസ് ബൊല്ലറുല്ലാത്തിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ പേടിച്ചോടിയ കുറെ മൂല്യമാരുണ്ട്. നിങ്ങൾ ഉസ്താദ് ഇതിന്റെ അർത്ഥം പറയുന്ന പറയുമ്പോൾ അത് അങ്ങനെ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ.
നമ്മളെ ഹുസൈൻ സലഫി അങ്ങനെയല്ല. ഹുസൈൻ സലഫി എന്തായാലും ലഫ്ള് വായിച്ച അർത്ഥം പറഞ്ഞു. അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അത് നിങ്ങളെ ഞാൻ സമ്മതിച്ചത്. വല്ലാത്തൊരു മഹാനായ അബൂബക്കറിന് കേട്ടോ. ഇത് കേട്ടിട്ട് മുഹമ്മദ് നബിയോ സുസ്മേര വദനനായി പുഞ്ചിരിച്ച് ധൃതങ്ക പുളങ്കിതനായിട്ട് ഇരുന്നിട്ടുണ്ടാവും. അല്ലേ? അല്ലേ? ഇല്ലേ? വിശ്വാസികളെ, ഇത് ഞാൻ പറഞ്ഞാലേ, ഞാൻ തെറ്റായ അർത്ഥം വെച്ച് ഒന്ന് പറയതേ. പൊന്നാരന്റെ കൂട്ടരെ ഹുസൈൻ സലഫിയാണ് ലഫ്ള് വായിച്ച് അല്ലെങ്കിൽ പിന്നെ ഇത് വായിച്ചിട്ട് അർത്ഥം വെക്കുന്നത്. ഹദീസ് വായിച്ച അർത്ഥം പറയുന്ന ആളാരാണ്? സാക്ഷാൽ ഹുസൈൻ സലഫിയാണ്. നീ ലിയാക്കത്ത് അർത്ഥം വെച്ചു, തെറ്റായിട്ട് പറഞ്ഞു. ഉംസുസ് എന്ന് പറഞ്ഞ വേറെ അർത്ഥമാണ്, ബല്ലർ പറഞ്ഞ സിപ്പാണെന്ന് പറഞ്ഞ വരരുത് കേട്ടോ. കേട്ടോ വലിയമാരെ കുട്ടികളെ, ഉംസുസ് ബല്ലറുല്ലാത്ത് എങ്ങനെ നീട്ടി വലിച്ചാൻ ഹുസൈൻ സലഫി പറയണ്ടല്ലോ. ഉംസുസ് ബല്ലറുല്ലാത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചെല്ലി മക്കളെ, കടുപ്പത്തി ചെല്ലി, ഉറക്ക ചെല്ലി. ഹേയ്, ലാത്ത വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഇതുപോലത്തെ തെറി വിളിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിശ്വാസികൾ സാമാന്യ ബോധത്തിൽ ചിന്തിക്കണം. നിങ്ങൾ സാമാന്യ ബോധം ഓൺ ചെയ്തോളി. ബാസിൽ പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെച്ച ആൾക്കാർ ചെറുങ്ങനെ ഒരു 2 മിനിറ്റത്തേക്ക് ഒന്ന് ഓൺ ചെയ്യും. ഞാൻ ചെറിയൊരു സൂത്രം പറയാം. ചെറിയൊരു സൂത്രം. തെറി പറയുന്നതൊന്നും ഇസ്ലാമികമല്ല എന്നും മോശം വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കരുതെന്നും അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ പറയുന്നത് ശരിയല്ല എന്നും വയൽ പറയുന്ന മൂല്യന്മാരുണ്ട്. തെറി പറയുന്നവർ പോലും തെറി പറയുന്നത് ഇസ്ലാമിൽ തെറ്റാണ്, തെറി പറയാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരായത്താണ് മറ്റുള്ളവരുടെ ആരാധന പാത്രങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുതേ എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ ആലോചിക്കണം, ഈ ഖുർആൻ വചനം മക്കയിൽ നിന്ന് അവതരിച്ചതാണ്. ഹുസൈൻ സലഫിക്ക് വേണ്ടി പറയുകയാണ്. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇസ്ലാം ദീനിന്റെ വക്താക്കളായിട്ടുള്ള ഉസ്താദുമാര് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ആരാധനാ ബിംബങ്ങളെ ആക്ഷേപിക്കരുത്, തെറി വിളിക്കരുത് എന്നും അങ്ങനെ ആക്ഷേപിച്ചാൽ അവർ അറിവ് കേടുകൊണ്ട് എന്നെയും ആക്ഷേപിക്കും എന്ന് ബേജാറടങ്ങി അള്ളാഹ് ആയത്തിറക്കി കൊടുത്തത് മക്കയിലാണ്. മുഹമ്മദ് നബിയുടെ സന്തത സഹചാരിയും സിദ്ദീഖുൽ അക്ബറുമായിട്ടുള്ള അബൂബക്കർ അൽ സിദ്ദീഖ് എന്ന് പറയുന്നയാൾ ഈ ഖുർആൻ വചനം പാലിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. ഏത് സാഹചര്യത്തിലും, അല്ലേ? ഖുർആനിൽ ഇറങ്ങിയ വചനം മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ അപമാനിക്കരുത് എന്ന ഇസ്ലാമിന്റെ സഹിഷ്ണുതാ വചനം മക്കയിൽ അവതരിച്ചിട്ട് പിന്നെയും 5-8 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ മതി, പിന്നെയും 5-8 കൊല്ലം കഴിഞ്ഞിട്ട് അബൂബക്കർ മക്കയുടെ പരിസരത്ത് വന്നിട്ട് വിളിക്കുന്ന തെറി, ഹുസൈൻ സലഫിയുടെ ശൈലി പറയുന്നത്, അബൂബക്കർ ഉറുവയെ നോക്കി വിളിക്കുന്ന തെറിയില്ലേ തെറി, ആ തെറി ഉറുവയുടെ വീട്ടിലുള്ളവരെ കുറിച്ചല്ലല്ലോ ഹുസൈൻ സലഫി. അള്ളാഹുവിന്റെ ഖുർആൻ വചനത്തിന് വിരുദ്ധമായി അബൂബക്കർ സിദ്ദീഖ് ഹുദൈബിയ സന്ധിയുടെ മുന്നോടിയായിട്ട് ഉറുവയെ വിളിക്കുന്ന തെറി മറ്റുള്ളവരുടെ ആരാധനാ ദേവതമാരുടെയാണല്ലോ, അല്ലേ? ലാത്തയുടെ ജനനേന്ദ്രിയം എന്നാ പറഞ്ഞത്. അപ്പൊ ഹുസൈൻ സലഫി അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ ഖുർആന് കൊടുത്ത വില എന്താ? വയൽ നമുക്ക് പല ശൈലി പോകും. ഇതിപ്പോ ഹുസൈൻ സലഫിക്ക് ആയതുകൊണ്ട് ഈ ശൈലി നമ്മൾ പിടിച്ചത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ള വിശ്വാസികളെ? അള്ളാഹുവിന്റെ ഖുർആൻ വചനത്തെ മുൻനിർത്തി ഇസ്ലാമിന്റെ സഹിഷ്ണുത വിളമ്പുന്ന വിശ്വാസി കൂട്ടങ്ങളോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികൾ അപമാനിക്കരുത് എന്ന് അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കി കൊടുത്തിട്ട് 5-8 വർഷം കഴിഞ്ഞതിന് ശേഷം, 8 വർഷമോ 9 വർഷമോ കഴിഞ്ഞതിന് ശേഷം അതേ മക്കാരായിട്ടുള്ള ആരാധനാ ഉറുവ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ലാത്തയുടെ നെഞ്ചത്ത് കയറുന്ന എന്തിനാ? ലാത്തയെ അപമാനിക്കുന്ന എന്തിനാ? അപ്പൊ അള്ളാന്റെ ഖുർആനിന് മുഹമ്മദ് കൊടുത്ത വില എന്താ? അബൂബക്കർ കൊടുത്ത വില എന്താ? അല്ലെ അബൂബക്കർ വിളിക്കുമ്പോ അള്ളാന്റെ ഖുർആൻ ആയത്ത് ഇങ്ങനെ ഉണ്ട്, അബൂബക്കർ ചെയ്തത് ശരിയായില്ല എന്ന് മുഹമ്മദ് വിലക്കിയോ? തെളിവുണ്ടോ? ഇല്ല. ഈ ഹദീസിൽ തെളിവില്ല, വേറെ ഹദീസുകളിലും തെളിവില്ല എന്ന് മാത്രമല്ല, ഇനി ഉറുവയുടെ മാന്യത എന്താണ് അത് നിങ്ങൾ കണ്ടോളി. അത് ഇദ്ദേഹം പറയൂല. ഇദ്ദേഹം ആ ഹദീസ് ഭാഗം വിഴുങ്ങി. ആ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഉറുവ ചോദിച്ചു, ആരാണിപ്പ പറഞ്ഞ വർത്താനം പറഞ്ഞ ആള്? ആരാണിപ്പ ഈ വേണ്ട ഈ വൃത്തികേട് പറഞ്ഞത്? അപ്പൊ അബൂബക്കർ പറഞ്ഞു, ഞാനാണ്, അബൂബക്കറാണ് പറഞ്ഞത്. അപ്പൊ ഉറുവ പറഞ്ഞു, നീ മക്കയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്, അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കാര്യത്തെ ക്ഷമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പണ്ടെന്നോ ചെയ്ത ഒരു ഉപകാരത്തിന്റെ സ്മരണയിൽ അബൂബക്കറിനോട് ഈ മോശം പരാമർശത്തിന് മറുപടി പറയേണ്ടതില്ല എന്ന് മാന്യമായി പറഞ്ഞു ഉർവ പിൻവാങ്ങി എന്നാണ് ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ ഭാഗം ഹുസൈൻ സലഫി നൈസായിട്ട് അങ്ങ് വിഴുങ്ങി. നിങ്ങളിത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. ഹുസൈൻ സലഫി മഹാനായ അബൂബക്കർ, മഹാനായ ഹംസ പറഞ്ഞത് വേറെ കിടക്കുന്നുണ്ട്, മുഹമ്മദ് വിളിച്ചത് വേറെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുത്തു തരാം. ഇനി ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇദ്ദേഹം പറഞ്ഞു വന്നത് എന്തിനാ വെച്ചാൽ, അങ്ങനെ
നോക്കൂ, അബൂബക്കർ പോലും ക്ഷമ നശിച്ചപ്പോൾ തെറി വിളിച്ചില്ലേ? അത് ബുഖാരിയിലില്ലേ? അപ്പൊ ഇനിയും അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ വിശ്വാസികൾ തെറി വിളിച്ച് പോകും. ഇതാണ് അതിന്റെ തെളിവ് എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ കേട്ടോളി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കണ്ടോ മനുഷ്യരുടെ നാവിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് അബൂബക്കർ വിളിച്ചതാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. മനുഷ്യരുടെ നാവിൽ നിന്ന് കേൾപ്പോ എന്താണ് സംഭവിക്കുക പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ആദർശത്തിന്റെ വിഷമമോർത്തുകൊണ്ട്, ആദർശത്തിന്റെ എതിരാളികൾ ആദർശത്തെ കീറിമുറിച്ചുകൊണ്ട്, ആദർശത്തെ പരിഹസിച്ചുകൊണ്ട്, ആദർശത്തെ കുത്തി നോവിച്ചുകൊണ്ട് വല്ലാത്ത രൂപത്തിൽ അങ്ങ് ചീത്ത പറയുമ്പോൾ, അതേ ചിലപ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് ചില വാക്കുകളൊക്കെ വിശ്വാസികളിൽ നിന്ന് തന്നെ വന്നുപോയേക്കും. ഇതിന്റെ തെളിവായി പറഞ്ഞു. അങ്ങനെ പാലക്കാട്ടത്തെ തെറിവിളിയന്മാരും UK തെരുവോരങ്ങളിൽ നടന്ന് മറ്റുള്ളവരെ തെറി വിളിക്കുന്നവരും ഒക്കെ, എല്ലാ തെറിവിളിയന്മാർക്കും, മതത്തിനു വേണ്ടി മതവിമർശകരെ തെറി വിളിക്കുന്ന സകല തെറിവിളിയന്മാർക്കുള്ള തെളിവ് ഇതാ കിടക്കുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്, അബൂബക്കർ സിദ്ദീഖ് വിളിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ആലോചിക്കണം, മക്കക്കാരായിട്ടുള്ള ആളുകൾ മുഹമ്മദിനെ തടയാൻ തീരുമാനിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അവർക്ക് അത് പ്രശ്നമുണ്ട്. കാരണം മുഹമ്മദ് ചെല്ലുന്നത് കപ്പലണ്ടി കച്ചവടം നടത്താനല്ല മുഹമ്മദ് ചുറ്റുമുള്ള സംഘങ്ങളിലൂടെ പോയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നു മാത്രവുമല്ല, മുഹമ്മദ് ഹുദൈബിയയിലേക്ക് പോകുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്, അല്ലെ 6-ാം വർഷത്തിലാണ്, 628-ലാണ്. 627-ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖന്തഖ് യുദ്ധം നടക്കുന്നത്. അതിനെ തുടർന്നാണ് ബനൂ ഖുറൈള എന്ന കൂട്ടക്കൊല നടക്കുന്നത്. ഇത്രയും കിരാതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മദീനയ്ക്ക് ചുറ്റും ചെയ്തു വെച്ച മുഹമ്മദിനെ മക്കക്കാർ ഭയപ്പെട്ടുവെങ്കിൽ അതിലെന്താ തെറ്റ്? അവർ മാന്യന്മാരല്ല എന്ന് അവരാക്ഷേപിച്ചെങ്കിൽ അതിലെന്താണ് തെറ്റ്? മുഹമ്മദും സംഘവും എത്ര നീചമായ പ്രവൃത്തികളാണ് ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ, മക്ക കീഴ്പ്പെടുത്തി, മക്ക പിടിച്ചെടുത്ത്, കഅബാലയം പിടിച്ചെടുത്ത്, നിങ്ങൾ ആലോചിക്കുക, ഒരു ജനതയുടെ ആരാധനാലയം പിടിച്ചെടുക്കാനും അവിടെ അധികാരം സ്ഥാപിക്കാനും മറ്റൊരു ജനത പുറത്ത് ആയുധവുമായിട്ട് നിലയുറപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് ആ മക്കക്കാർ ചെയ്യില്ലേ? ആ ഒരു സിറ്റുവേഷനല്ലേ മുഹമ്മദ് ഉണ്ടാക്കിയത്? അതല്ലേ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലം? എന്നിട്ടിപ്പം ഉറുവ വന്നിട്ട് മാന്യന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ സാന്ദർഭികമായിട്ട് ഞാൻ ആ വർഷങ്ങളൊന്നും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല, അപ്പോഴാണ് സീക്വൻസ് മനസ്സിലാവുക. നമുക്ക് എന്താണ് ഹുസൈൻ സലഫിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അള്ളാന്റെ റസൂൽ ഇങ്ങനെ, അള്ളാന്റെ റസൂലിനോട് സഹാബിമാർക്കുള്ള സ്നേഹം കണ്ടടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹം കണ്ടോ എന്ന് കാണിക്കുവാൻ എന്ന നിലക്ക് തന്നെ നബി അതാണ്. അപ്പൊ ഉറുവ ഇങ്ങനെ പറഞ്ഞല്ലോ, ഏത് എങ്ങനെ മുഹമ്മദെ എന്നെ വിശ്വസിക്കുക, എനിക്ക് എന്റെ കൂടെ നിൽക്കണ എല്ലാവരും വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ പ്രശ്നം വന്ന പോലെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന ചില മുഖങ്ങൾ ഞാൻ കാണുന്നു എന്ന് ഉറുവ പറഞ്ഞപ്പോ, ഉറുവനെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവർ പ്രവാചക സ്നേഹം വിളമ്പുന്ന ഒരു ഏർപ്പാട് അടുത്ത് നടത്തുന്നുണ്ട്. അതുകൂടി ഒന്ന് കണ്ടോളി. അതും നമുക്ക് ഇന്ന് നമ്മളെ ചുറ്റിലും കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് ആദരവ് കാണിക്കുന്നു, അച്ചടക്കം കാണിക്കുന്നു, അനുസരണം കാണിക്കുന്നു, ബഹുമാനം പ്രകടിപ്പിക്കുന്നു. എന്താ ബഹുമാനം? എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? ഹുദൈബിയ സന്ധിയിലേക്ക് ദൂതന്മാർ വരുന്ന സമയത്ത് മുഹമ്മദ് വേറെ കുറെ ഡ്രാമ കാണിക്കുന്നുണ്ട്. അത് ഹുദൈബിയ പറയുന്നിടത്ത് നമുക്ക് വേറെ പറയാം. അതേ സമയത്ത് ഉറുവ ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഉറുവേനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, കണ്ടോ ഞങ്ങളെ മുത്തിനെ നല്ലോണം നോക്കും, ഞങ്ങൾ നല്ല അനുസരണമുള്ള കുട്ടികളാണ്, ഞങ്ങളെ മുത്തുനബിക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് ഉറുവയെ കാണിക്കാൻ വേണ്ടി അവിടെ ചില കലാപരിപാടികൾ അലങ്ങേറി എന്നാണ്. ഉറുവ പിന്നീട് മക്കക്കാരോട് ചെന്ന് പറഞ്ഞു എന്ന രീതിയിൽ ഹദീസിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഭാഗത്തിലെ ചില പ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്ന് കേട്ടോളി. ആർക്കെങ്കിലും ഈ അസ്വസ്ഥത, ഛർദ്ദിക്കാൻ വരുന്ന, നമുക്ക് വളരെ മോശം കാര്യങ്ങൾ കാണുക കേൾക്കുക ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന വല്ല പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യ്, അല്ലെങ്കിൽ ഒന്ന് വിട്ടിരിക്കുക. പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ പോയി പറഞ്ഞു കൊടുത്തു കണ്ട കാഴ്ച. നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ എന്തൊക്കെയാ കണ്ടതെന്ന്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കാർക്കിച്ചു തുപ്പുന്നുണ്ടെങ്കിൽ ആ തുപ്പൽ താഴേക്ക് വീഴുന്നില്ല. അത് ആരുടെയും ഏതെങ്കിലും സഹാബിമാരുടെ കൈകളത് ഏറ്റുവാങ്ങുന്നു. അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ് അല്ലേ? യജാതി സാധനം. നിനക്ക് എന്ത് വന്നിന്? കണ്ടോടാ ഉറുവേ, ഞങ്ങൾ നബീനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി കാർക്കിച്ച് തുപ്പിയപ്പോ കൈ വെച്ചു കൊടുത്തിട്ട് അത് മുഖത്തും മേലും വാരി തേച്ചു. കുന്നേരന്റെ മനുഷ്യന്മാരെ, സലഫിയെ നിങ്ങൾ അള്ളായിട്ട് പറഞ്ഞാണ് മുത്തുനബീന്റെ തനിക്കോണം എന്താണ്, ഇസ്ലാം എന്താണെന്നൊക്കെ നാട്ടുകാർക്ക് നല്ല അറബി ഇതൊക്കെ ഓതി തന്നെ, ഇബാറത്തൊക്കെ ഓതി തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് പ്രത്യേകം പറഞ്ഞയച്ച ഒരാളായിട്ടാണ് എനിക്ക് നിങ്ങളെ തോന്നുന്നത്. നിങ്ങൾ എന്തോരം ഈ വിശ്വാസികളുടെ തെറ്റായ ന്യായീകരണങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞു ഹദീസിൽ തെളിവുണ്ട്, ആ തെളിവ് അബൂബക്കർ ചെയ്തിട്ടുണ്ട്,
തെറി വിളിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട്, മൗനം സമ്മതമായിട്ടുണ്ട്, ഉറുവയെ കുറിച്ച് അല്ലെങ്കിൽ ഉറുവയോട് പറഞ്ഞ തെറി അവിടെ കിടക്കുന്നുണ്ട്, അതാണ് ഇന്നും തെറി വിളിക്കുന്നവർക്കുള്ള തെളിവ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ എത്ര നീറ്റായിട്ടാണ് പറയുന്നത്. പിന്നെ ഉമിനീര് കാർക്കിച്ച് തുപ്പുന്ന കഫമെടുത്ത് മുഖത്തും ശരീരത്തും മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ പുരട്ടിയിരുന്നു നിങ്ങൾ പറഞ്ഞാൽ ഈ മതം മനുഷ്യന്റെ തലച്ചോറിന് പകരം അവിടെ എന്താണ് ഒട്ടകച്ചാണകം പോലും ഇല്ലാത്ത ഒരു വാക്വമായിട്ട് മാറ്റി എന്നല്ലേ അർത്ഥം? മുഹമ്മദ് നബിന്റെ അടുത്ത് എന്തോ ടൂൾ ഉണ്ടായിരുന്നോ? ചെറുങ്ങനെ ബാക്കിൽ മെഡുല ഒബ്ലങ്ങറ്റിന്റെ സൈഡിൽ കൂടി ഒരു ഹോൾ ഇട്ടിട്ട് തലച്ചോറൊക്കെ കലക്കി കളഞ്ഞിരുന്നോ? എന്തൊരു കഥയാണിത് പറയണത്. കഴിഞ്ഞിട്ടില്ല, കേട്ടോളി. ഇത് ഒന്നിട്ടോ അടുത്ത അല്ലാഹുവിന്റെ റസൂൽ തുപ്പുമ്പോൾ പോലും ആ തുപ്പല് പോലും സഹാബത്ത് കൈകളിലൂടെ ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ടതാ സഹാബി അവിടുത്തെ മുഖം തടവുന്നു, ശരീരത്തിൽ തേക്കുന്നു. സ്വന്തം ശരീരത്തിൽ തേച്ചാൽ പോലും നാട്ടുകാരുടെ ശരീരത്തിൽ ഇത് തേക്കാൻ നടക്കണം എന്തിനാന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ തുപ്പ് എന്തെങ്കിലും ചെയ്യേ? തുപ്പല് മാത്രോ? മൂത്രം ഒഴിച്ചു വെച്ച് പാത്രത്തിൽ എടുത്തു വെച്ച മഹാനാണ് മുഹമ്മദ് നബി. എന്നിട്ട് പിന്നെ എന്താ പറയാ, വയറുവേദന വന്നപ്പോ പിന്നെ അവിടെ സെർവന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇത്താത്തെ ചേച്ചിയോ ആരെങ്കിലും അവർക്ക് തോന്നി അള്ളാന്റെ റസൂലിന്റെ മൂത്രപടം ഉണ്ടല്ലോ, ഇനി എന്തിനാ വേറെ മരുന്ന് തരേണ്ടെന്ന് വിചാരിച്ച് മൂത്രം എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു. ആ കുടിച്ചാലോ വയറുവേദനയും പോയാലോ? വേറെ ഒരുത്തനായിരുന്നു മുഹമ്മദ് നബി അപ്പിടാൻ പോകുമ്പോൾ കിണ്ടി വെള്ളമായിട്ട് പിന്നാലെ ഇത് കഴുകാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന ആള്. ഇനി കഴുകാൻ വെള്ളം ഇല്ലാത്തവർത്താണെങ്കിൽ കല്ല് പെറുക്കി കൊടുക്കാൻ ഒരുത്തൻ. ഓനൊരു നിരാശ പറഞ്ഞതായിട്ട് ഹദീസുകളിലുണ്ട്. എന്താ അത്? മുഹമ്മദ് നബി മലവിസർജനം നടത്താൻ വേണ്ടിയാണ് പോകുമ്പോൾ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്തിനറിയോ? മുഹമ്മദ് നബി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ പോയിട്ട് അതൊന്നും കാണാനുള്ള ഒരു പൂതിയും കൊണ്ട്. ഏത്? ഒന്ന് കാണാൻ വേണ്ടി, വേറെ ഒന്നുമില്ല. അത് ഇനി കിട്ടിയെന്നെങ്കിൽ വാരി തേക്കോ തിന്നോ അതൊന്നും നമുക്കറിയില്ല. ഞാൻ വെറുതെ പറഞ്ഞ ഹദീസിലുള്ളതാണ്. ഹുസൈൻ സലഫിനോട് ചോദിച്ചാൽ ഹുസൈൻ സലഫി പച്ചക്ക് പറഞ്ഞു. ഹുസൈൻ സലഫി പറഞ്ഞു. വേറെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഉരുണ്ട് പറഞ്ഞ് അത് അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, മലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, അതൊരു മുത്ത് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഹുസൈൻ സലഫിനോട് ചോദിച്ചോളി പറഞ്ഞു. അതൊന്ന് കാണാനുള്ള കൊതി കൊണ്ട് വെളുക്കിയിരിക്കുന്ന സമയത്ത് മാറി നിൽക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു നബിക്ക്. മനസ്സിലായോ? അതൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതിയും കൊണ്ട്. എന്നിട്ട് ഇയാളെ നിരാശ എന്താ വെച്ചാൽ മുഹമ്മദ് നബി അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോകും, ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് ഭൂമി വിഴുങ്ങിയിട്ടുണ്ടാവും. ഭൂമിന്റെ ഒക്കെ ഒരു കഥ. കാരണം ഭൂമി ഇങ്ങനെ തൊള്ളയെ പിടിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ ഒന്നും ഇങ്ങോട്ട് അപ്പൊ തന്നെ ഭൂമി അത് വിഴുങ്ങും. ഇനി ഇത് പറയണേ നിങ്ങൾ ഈ ഉറുവയുടെ ഹദീസിന്റെ തെളിവും വെച്ചിട്ട് ഇന്നെ തെറി വിളിക്കാൻ വരികയാണോ? എന്താ കാര്യം? എത്ര വലിയ തിരക്കാണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ഇതുപോലത്തെ മുസീബത്തുകൾ ഈ സമുദായത്തിന് എങ്ങിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? എന്തവർ ചെയ്യണത്? എന്തവർ പറയണത്? ഞാൻ 10 മണിയാക്കി അതിനെ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഭക്ഷണം കഴിച്ചു വെച്ചിട്ട് കുട്ടികളൊക്കെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. ഈ വീഡിയോ കാണാൻ വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസും കുറച്ച് ഉള്ളിവടയൊക്കെ ആയിട്ട് ഇരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിച്ചറൊക്കെ ആയിട്ട് ഇരുന്നവരുണ്ടെങ്കിൽ എന്നോട് സദേ ക്ഷമിക്കണം. ഇതൊക്കെ ഇതിലുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വുളൂ ചെയ്യുന്ന നേരത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടുത്തെ ശരീരത്തിൽ തട്ടിയിട്ട് താഴേക്ക് ഈറ്റി വീഴുന്ന അംഗസ്നാനം ചെയ്ത വുളൂവെടുത്ത വെള്ളത്തിന് വേണ്ടി അവര് തിക്കും തിരക്കും കൂട്ടുന്നു. അത് കയ്യിലേക്ക് വാരിത്തേച്ച് ശരീരത്തിലേക്ക് ആ വെള്ളമെത്താൻ വേണ്ടി അവരതാ വളരെ തിക്കും തിരക്കും കൂട്ടുന്നു. ഞങ്ങളോട് വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ. ദിവസത്തിൽ ഒരു 5-6 തവണ മൂത്രം ഒഴിച്ചിരുന്ന മുഹമ്മദ് നബി, മിനിമം ഒരു തവണയെങ്കിലും വെളുക്കിരുന്ന മുഹമ്മദ് നബി, ഇടക്കിടക്ക് ഈ ബീഫും ഒട്ടകവും ഈത്തപ്പഴവും മധുരവും ഒക്കെ തിന്ന് നടക്കുന്ന ഒരാളെന്ന നിലക്ക് ഇടക്കിടക്ക് കാർക്കിച്ച് തുപ്പുമായിരുന്ന മുഹമ്മദ് നബി, വിയർത്തൊലിക്കുമായിരുന്ന മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി ഒരു മുന്നിലും അത് കിട്ടുമ്പോ കയ്യിൽ കോരിയെടുക്കുകയും ദേഹത്ത് വാരിപ്പുരട്ടുകയും ഇതൊക്കെ മേലിൽ തേച്ച് നടക്കുകയും ചെയ്തിരുന്ന ഒരു അനുചര വൃന്ദവും. എത്ര കിലോമീറ്റർ ദൂരത്ത് ദുർഗന്ധം കിട്ടും നിങ്ങൾ വിചാരിക്കും? അല്ല, ഇതെന്ത് കൗമ്? ഇതിന്റെ പേരോ ഭക്തി? ഇതിന്റെ പേരോ ബഹുമാനം? ഇതിൽ നമ്മൾ പല കാര്യവും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ തട്ടിയ വെള്ളത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ഉമിനീരിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിലെ അതേ രോമങ്ങൾക്ക് ബറക്കത്തുണ്ട്, നഖത്തിന് ബറക്കത്തുണ്ട്, വിയർപ്പിന് ബറക്കത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് മനസ്സിലാക്കിയവരുമാണ്. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു ഡൗട്ട് ചോദിക്കണം. ആയിഷ പണ്ട് ചൊരണ്ടി കളഞ്ഞിരുന്നൊക്കെ എന്താക്കിയിരുന്നോ? ഡപ്പിലിട്ട് വെച്ചിരുന്നോ എന്നാണ് എന്റെ സംശയം. ഞാൻ അത് വല്ലവരും വെള്ളത്തിൽ ചാലിച്ച് കുടിച്ചിരുന്നോ? എനിക്കറിയില്ല. അപ്പൊ ഇതാണ് കഥ. ഇതാണ് വിശ്വാസത്തിന്റെ കഥ. ഇതാണ് വിശ്വാസിയുടെ കഥ. ഇതാണ് ഉസ്താദിന്റെ കഥ. ഇതാണ് ഹദീസിലുള്ളത്. ഇതാണ് അബൂബക്കർ ചെയ്തത്. ഇതാണ് നബി സമ്മതിച്ചത്. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിശ്വാസികൾ വിലയിരുത്തുക. ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുറാനിൽ അള്ളാഹ് ചീത്ത വിളിച്ചിട്ടുണ്ട്, അബൂബക്കർ മുഹമ്മദ് നബിനെ മുന്നിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കുന്നവന് മറുപടി ഇല്ലാതാകുമ്പോൾ ചീത്ത വിളിക്കാൻ നമുക്ക് തെളിവുണ്ട് എന്ന സന്തോഷത്തിൽ ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്.